ഇന്നത്തെ രാവിലത്തെ പ്രകൃതിയുടെ ഈ പ്രകൃതം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഫുള്ളും മഴയായിരിക്കുന്നു. അങ്ങനെ വിചാരിക്കാനേ നമുക്ക് പാടില്ല. കാരണം വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. എപ്പോൾ വേണേലും മഴ പെയ്യാം, എപ്പോൾ വേണേലും വെയിൽ കൂടാം, ചൂട് കൂടാം. രാവിലത്തെ മഴ കണ്ടപ്പം ഞാൻ വിചാരിച്ചു ഇനി പുറത്തിറങ്ങി നമുക്ക് പണിയൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഒതുക്കി പെറുക്കി രാവിലത്തെ പണികളൊക്കെ തീർത്തിട്ട് എൻ്റെതായ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിലോട്ട് നീങ്ങാം. അടുക്കി പെറുക്കലിനിടയ്ക്ക് ഇവിടുന്ന് കാണാതായ ആ സുന്ദരിനെ കണ്ടുകിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ പുള്ളിക്കാരനെ കൊണ്ടുവന്ന് തൂക്കിയിട്ടു. ഇന്ന് രാവിലെ ഇവിടെ കഞ്ഞിയും പയറും കപ്പപ്പുഴുക്കും ഒക്കെയാണ് കഴിക്കാനായിട്ട്. ഇന്ന് എല്ലാവർക്കും ഇത് മതി, ആർക്കും പരാതിയില്ല, സന്തോഷം. എനിക്കിപ്പോൾ പൊതുവേ ചട്ടിയിൽ കഞ്ഞി കുടിക്കുന്നതാണല്ലോ സന്തോഷം. ഇപ്പം ചട്ടിയും കഞ്ഞിയൊക്കെയാണ് അസ്കിത. ഈ കഞ്ഞിയും കറിയൊക്കെ കഴിക്കാനുള്ളവരെ കഴിക്കാൻ വായോ എന്ന് വിളിച്ച് ഞാൻ മടുത്തിട്ട് ഞാൻ എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചട്ടിയിൽ ഞാൻ എൻ്റെ കഞ്ഞിയും പയറുകറിയും പുഴുക്കും ഒക്കെ എടുത്ത് മിക്സ് ചെയ്തിട്ട് കഴിച്ചിട്ട് വേണം എനിക്ക് വേണ്ടി എനിക്കറിയാവുന്ന എൻ്റെ ജോലികൾ ചെയ്യാനായിട്ട് പോവാൻ. രാവിലത്തെ കഞ്ഞിയും പയറും കപ്പപ്പുഴുക്കും ഒക്കെ ഇന്ന് അമ്മച്ചിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് അടുക്കളയിൽ കാര്യമായിട്ട് പരിപാടികളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് ഒതുക്കും പെറുക്കലൊക്കെ ആയിട്ട് കുറച്ച് സമയം പോയി. എന്തോ ഒരു സാധനത്തിന്റെ മിസ്സിംഗ് ഉണ്ടെന്ന് ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു. അതെ, അച്ചാറില്ല, എന്തെങ്കിലുമൊക്കെ ഇനി അച്ചാറിട്ട് വെക്കണം. ഉണ്ടായിരുന്ന എല്ലാ അച്ചാറും സ്റ്റോക്ക് ഔട്ടായി. മിക്സ് ചെയ്ത് ഒരു സ്പൂൺ എടുത്ത് വായിൽ വെച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി ഇന്നത്തെ താരം കപ്പപ്പുഴുക്കാണ്. കപ്പയും കടലയും കപ്പയും പയറും കപ്പയും മീനും അങ്ങനെ കുറേ വെറൈറ്റി ഓഫ് കപ്പപ്പുഴുക്ക് ഇവിടുത്തെ എൻ്റെ അമ്മച്ചി ഉണ്ടാക്കുവേ. മഴയായതുകൊണ്ട് അകത്തിരുന്ന് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഞാൻ ചട്ടംകൂട്ടി വെച്ചിട്ടാണ് കഞ്ഞി കുടിക്കാനായിട്ട് പോയത്. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് കുറച്ച് ടോപ്പുകൾ ഓൺലൈൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എൻ്റെ ഒരു കറക്റ്റ് അളവിലോട്ടൊന്ന് ഓൾട്ടർ ചെയ്തെടുക്കണം. വളരെ വളരെ തൃപ്തിയോടുകൂടെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് ടോപ്പുകളാണ്. ഇത് കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കിയെങ്കിൽ മാത്രമേ ഇട്ടാൽ നല്ല ബ്യൂട്ടിഫുൾ ആണെന്ന് കണ്ടാൽ പറയിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ആഴ്ചയിൽ 6 ദിവസം ജോലിയും 7-ാം ദിവസം പള്ളിയിലൊക്കെ പോകുന്ന എനിക്ക്, അതും പ്രത്യേകിച്ച് ചുരിദാർ മാത്രം ഉപയോഗിക്കുന്ന ഞാൻ, ഈ ഓൺലൈനിൽ നിന്ന് വിലയോ തുച്ഛം ഗുണമോ മെച്ചോ എന്നും പറഞ്ഞ് നല്ല പ്രോഡക്റ്റുകൾ കണ്ടാൽ, നല്ല ടോപ്പുകളൊക്കെ കണ്ടാൽ കണ്ണു അടച്ച് വാങ്ങാതിരിക്കാൻ നിവർത്തിയില്ല കേട്ടോ. ഒരു ചേഞ്ചിന് പോലും ഒരു സാരി ഉടുക്കാനായിട്ട് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഇനി ഉടുക്കണമെങ്കിൽ തന്നെ എൻ്റെ ഒരു സാരി പോലും ഇല്ലതാനും. അങ്ങനെ പലപ്പോഴായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഈ ടോപ്പുകളൊക്കെ കറക്റ്റ് അളവിലോട്ടൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. ഓരോ ടോപ്പും ഇനി വരുന്ന ഓരോ വീഡിയോയിലും ഞാൻ ഇടാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പറയുകയും ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിലും കൂടെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നല്ല നീളമുള്ള ഷോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ. ഇനി പുറത്ത് മഴയായതുകൊണ്ട് അകത്തിരുന്ന് നമുക്ക് തയ്ക്കാനുള്ളതൊക്കെ തയ്ച്ച് സെറ്റാക്കി എടുക്കാം. ചേരുമ്പടി ചേരുന്ന നൂലുകളൊക്കെ കുരുക്ക് വീണ് കിടക്കുകയാണ്. ആദ്യം തന്നെ ഈ കുരുക്കൊക്കെ ഒന്ന് അഴിച്ച് എല്ലാം അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാമല്ലോ. എൻ്റെ ഒരുവിധപ്പെട്ട കാണാതായ സാധനങ്ങളൊക്കെ പെട്ടിയിൽ താഴെ ഇരിക്കുന്ന കറുത്ത പെട്ടിയിലുണ്ട്. നൂലിന്റെ കളക്ഷനൊക്കെ റെഡി ആയിട്ടുണ്ട് സെലക്ഷന് വേണ്ടിയിട്ട്. ഞാൻ മീൻ വെട്ടാനായിട്ട് വാങ്ങിച്ച കത്രികയാണ് കേട്ടോ ഇപ്പോൾ തുണി വെട്ടാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കയ്യിരിക്കുന്നത് എന്താ, സാരിയല്ലേ? മുന്നേ അല്ലേ പറഞ്ഞത് എൻ്റെ കയ്യിൽ ഒരു സാരി പോലും ഇല്ലെന്ന്. എന്നിട്ട് ഈ 2 സാരിയും കൊണ്ട് ഞാൻ എന്താ വന്നെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പണ്ടൊക്കെ എനിക്ക് ഏതെങ്കിലും സാരി കണ്ടാൽ അതെങ്ങനെ വെട്ടി ചുരിദാറാക്കാന്നായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഒരു സാരി എൻ്റെ അമ്മച്ചിയുടെയും ഒരെണ്ണം എൻ്റെ അമ്മാമ്മയുടെയാണ്. ഇത് വെച്ച് പിന്നെ എന്താ പരിപാടി എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാവേ. അപ്പോൾ നമ്മുടെ ചാനലും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.